യൂട്ടോ ഹോം സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ആലപ്പുഴയിൽ കുട്ടനാടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ കുട്ടനാട് നമ്മൾ യൂട്ടോ ഹോം സൊല്യൂഷൻ പണി കഴിപ്പിച്ച അതിമനോഹരമായ ഒരു വീടാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് വീട്ടിലോട്ട് പോയാലോ? ഇതാണ് നമ്മളുടെ വീട്. നമുക്ക് ഫ്രണ്ട് വ്യൂ അധികം കാണിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ പഴയ വീട് നിൽക്കുകയാണ്. അറിയാൻ പഴയക്കുള്ള പഴയൊരു വീടാണ്. അതിൻ്റെ സമയം കാര്യങ്ങളൊക്കെ നോക്കി അതവർക്ക് പൊളിക്കാൻ പറ്റുള്ളൂ. നമ്മൾ നല്ല അടിപൊളി സിറ്റ് ഔട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ അത്യാവശ്യം നല്ലൊരു വെറൈറ്റി ടെക്സ്ചർ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ലൈറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പൂവരശിൻ്റെ ഡോറാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റീലിൻ്റെ കട്ടളയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഹാളിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ 4x2 ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഐവറി ഷെയ്ഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ പിന്നെ ഒരു മാംഗോ കളർ വെറൈറ്റി ഒരു പെയിൻറ്റിങ് ഡിസൈൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലൈറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ TV പോയിൻ്റ്, പിന്നെ ഒരു 4 പർഗോള, ഫ്രഞ്ചിൻ്റെ ഒരു ഒറ്റപ്പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു സവിശേഷത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാളും കിച്ചണും കൂടെ സെപ്പറേഷനും കാര്യങ്ങളൊന്നുമില്ല, ഒറ്റ ഇതിലായിട്ടാണ് കിടക്കുന്നത്. നല്ല വിശാലമായിട്ടൊരു കിച്ചണാണ്. എന്ന് വെച്ചാൽ അവരുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം വാസ്തുപരമായിട്ട് മൊത്തം കാര്യങ്ങൾ നോക്കിയാണ് നമ്മളിവിടെ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള കിച്ചൺ കബോർഡും കാര്യങ്ങളും ഉള്ളതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഒക്കെ പോയിന്റ്, ഫ്രിഡ്ജിൻ്റെ പോയിന്റ് കാര്യങ്ങളെല്ലാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു സിങ്ക് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് മെയ്ഡ് സിങ്കാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ലൊരു ടാപ്പും നമ്മൾ കിച്ചൻ്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മോട്ടറിൻ്റെ പോയിന്റും കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കിച്ചനകത്ത് നമ്മൾ പിന്നെ പകുതിയുള്ള ഡോർസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നേരെ നമ്മുടെ കിച്ചനകത്ത് നമ്മൾ ഒരു ഡാർക്ക് ഐവറി ഷെയ്ഡ് ടൈലാണ് 2x2 യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ പോകുന്ന അടുത്ത ബെഡ്റൂമിലോട്ടാണ്. ഇവിടെ നമ്മൾ ഒരു വൈറ്റ് ആൻഡ് വേറൊരു വെറൈറ്റി കളറാണ്. ആ ഒരു കളറിൻ്റെ പേര് ഞാൻ വരുന്നില്ല. അങ്ങനെ അതാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ബെഡ് കൺട്രോളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2x2 ഐവറി ഷെയ്ഡ് ടൈലാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ സ്റ്റീലിൻ്റെ കട്ടള അതുപോലെ തന്നെ ഡോർസാണ് കൊടുത്തത്. ഇവിടുത്തെ ജനലെല്ലാം സ്റ്റീലിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ ഇനി അടുത്ത ബെഡ്റൂമിലോട്ടാണ് പോകുന്നത്. ഇവിടെ നമ്മളൊരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. 12x10 സൈസ്, അതുപോലെ 10x10 സൈസാണ് ഇവിടുത്തെ റൂമിൻ്റെ സൈസ് എല്ലാം വരുന്നത്. ഇവിടെ നമ്മൾ 3 വാളുടെ ഒരു സ്റ്റീൽ വിൻഡോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹാളിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ്, നമ്മുടെ സ്റ്റെയറിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് നമ്മൾ ഇൻവെർട്ടറിൻ്റെ ഒക്കെ പോയിന്റ് ചെയ്യാൻ വേണ്ടി അവിടെ നമ്മളൊരു കബോർഡും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വാഷ് കൗണ്ടർ, നല്ലൊരു വാഷ് കൗണ്ടറും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴെയായിട്ടൊരു കോമൺ ബാത്റൂം മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നമ്മുടെ ഇന്ത്യൻ ക്ലോസറ്റാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ടാപ്പ്, ഷവർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് പാലുകാച്ചാണ്. പിന്നെ നമ്മളൊരു PVC ഡോറ് നമ്മളിവിടെ, പിന്നെ സ്റ്റെയർ കയറി വരുമ്പോൾ ചെറിയൊരു ജനൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റെയറിനെല്ലാം വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സ്റ്റെയറിലൊരു സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. മേളിൽ നമുക്ക് ഒരു ബെഡ്റൂമാണ് വരുന്നത്, മൊത്തം 3 ബെഡ്റൂമാണുള്ളത്. പിന്നെ സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ നല്ല മനോഹരമായിട്ടൊരു ഹാങ്ങിങ് ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവരിങ്ങനെ ഒരു ഹാങ്ങിങ് ലൈറ്റ് വേണമെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ അന്നാണ് നമ്മളിത് ചെയ്തത്. അത് കേസിംഗ് ക്യാപ്പ് അടിച്ചാണ് അത് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ബെഡ്റൂമിലോട്ട് വരുമ്പോൾ താഴത്തെ ബെഡ്റൂമിൻ്റെ സെയിം സൈസ് തന്നെയാണ് ഈ ബെഡ്റൂം. നമ്മളിതിനകത്ത് 3 വാളുടെ നല്ല ജനൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ട്യൂബ് ലൈറ്റ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 2x2 ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മുകളിൽ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്. കോമൺ ടോയ്ലറ്റിനകത്ത് നമ്മൾ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. ഷവറും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കുക എന്താണ് ഇങ്ങനെ ഇട്ടേക്കുന്നതെന്ന്, ഇവിടെ നമ്മൾ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തതാണ് ഇങ്ങനെ. അന്നേരം പിന്നീട് ഇത് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്ത് സെപ്പറേറ്റ് ആക്കുന്നതാണ്. പിന്നെ നമ്മൾ മേളിലായിട്ട് കുറേ കോമണായിട്ട് കുറേ സ്പേസ് കിടപ്പുണ്ട്. നമുക്ക് ഭാവിയിലെ റൂമും കാര്യങ്ങളും ഇറക്കാനുള്ള ആ രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നാലും നമ്മുടെ ഓസോണേഴ്സാണ്. നമുക്ക് അവരോട് തന്നെ നമ്മുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം. ഇവിടെ ഒത്തിരി ഡിലേ ആയ സൈറ്റാണ്. നമ്മുടെ വെള്ളപ്പൊക്കം കാര്യങ്ങളും എല്ലാം. ഇപ്പം എങ്ങനെയുണ്ട് വീട് കണ്ടിട്ട് അഭിപ്രായം?
നമ്മൾ വിചാരിച്ചുകൊണ്ട് തന്നെ ഭംഗിയായോ? എവിടെ പറ എങ്ങനെ പറഞ്ഞല്ലോ ഭംഗിയായി. എല്ലാരും വെളിയിലുള്ള ബോളിന്റെ ഇത് പെയിന്റ് ചെയ്തായിരുന്നു. അതിനെ പറ്റി നല്ല പിന്നെ അവിടെ ഇനി ഫ്രണ്ടിലെ വീടും കൂടെ പൊടിച്ചെങ്കിലേ നമ്മുടെ വീട് എല്ലാവരും ഹൈലൈറ്റ് വരാൻ പറ്റുന്നത്. എന്നുവെച്ചാൽ നമുക്ക് ഡിലേ ആയത് കാവിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, പിന്നെ വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് നമ്മൾ ദിക്ക് മാറിപ്പോയി. പടിഞ്ഞാറ് ജനലിന്റെ ആ ഒരു പ്രശ്നം പോലെ. ഇന്നലെ എല്ലാം കൊണ്ടും ഇഷ്ടമായല്ലോ. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടു. ഒത്തിരി അടുത്ത ആഗ്രഹമാണ്. അങ്ങനെ സമുദായത്തിന് സന്തോഷമുണ്ട്. അതിൽ നിന്ന് ഇങ്ങോട്ട് മാറുന്നത് എങ്ങനെ? എന്തൊക്കെയാണ് തീരുമാനങ്ങൾ? മൊത്തം വൃത്തിയാക്കി ഇടുമെന്നാണോ അതോ ഞങ്ങൾ ഈ വരുന്ന കൂട്ട് തന്നെ കിടക്കുമോ അതോ എങ്ങനെയാ? വൃത്തിയാക്കി ഉറപ്പാണ്. ഞാൻ ഒരു 4 മാസം കഴിയുമ്പോഴും കാണുമ്പോ ഇങ്ങനെ തന്നെയാണ്. ഉറപ്പാണ്. ഏതൊരു മാസം വൃത്തിയാക്കി ഇത് തന്നെ മേളത്തെ തന്നെ മേളിൽ കിടക്കാൻ തീരുമാനിച്ചു. ഓക്കെ, എന്നാൽ ശരി. താങ്ക് യു. ക്യൂട്ടോ ഹോം സൊല്യൂഷൻസിൻ്റെ ഈ വീഡിയോ എന്ന് വെച്ചാൽ കുട്ടനാട് അടിപൊളി ഒരു വീടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്ടോ ഹോം സൊല്യൂഷൻസ് എന്ന ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാൻ മറക്കരുത്. പിന്നെ യൂട്ടോ ഹോം സൊല്യൂഷൻ്റെ ഒരു സഹോദര സ്ഥാപനം ന്യൂസ് കളക്ഷൻസ് എന്ന് പറഞ്ഞ ഒരു ബോട്ടിക് ആൻഡ് ആൻറ്റിക് ജ്വല്ലറിയുടെ വെറൈറ്റി കളക്ഷൻസുമായിട്ട് മാവേലിക്കര ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മാവേലിക്കര അല്ലാത്തവർക്ക് നമുക്ക് ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ 2 ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്നൊരു അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കെ ബൈ. ഉല്ലാസ് യൂടെക്.